കുഞ്ഞു വ്ളോഗാണ് കേട്ടോ, ഒരു കുഞ്ഞ് ഈവനിങ് വ്ളോഗാണ്. ഇപ്പോൾ നമ്മളുള്ളത് അനിയത്തിയുടെ വീട്ടിലാണ് കേട്ടോ. ഞാനും അമ്മയും ആയിട്ടും കൂടെ ഒരു ദിവസം നിൽക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുക്കണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഫുള്ളായിട്ടൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല. ഇതിപ്പോൾ നമ്മൾ അന്ന് വൈകുന്നേരം ഒന്ന് നടക്കാൻ ഇറങ്ങിയപ്പോഴുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒരു ഈവനിങ് വ്ളോഗ് മാത്രമാക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ വൈകുന്നേരം നടക്കാനായിട്ട് ഇറങ്ങിയതാണ്. ഇവരുടെ വീട് വരുന്നത് കല്ലേരി കുറ്റിക്കടവ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ. നമ്മളുടെ അവിടെ നിന്ന് ഒരു കാമണിക്കൂറിൻ്റെ ഒക്കെ ദൂരമേ ഉള്ളൂ, അടുത്ത് തന്നെയാണ്. അവിടെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. നിറയെ വയലുകളും കുന്നും പുഴയും വാഴക്കൃഷികളും ഒക്കെ ആയിട്ടൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കുറച്ചുള്ളിലേക്കുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അതേ റോഡിൻ്റെ രണ്ട് സൈഡ് നിറച്ച് വാഴയുണ്ട്. അതൊക്കെ കുലച്ച് കഴിഞ്ഞ ശേഷം അവർ വെട്ടിക്കളഞ്ഞതാണ് കേട്ടോ. ഇപ്പോൾ പുതിയതൊക്കെ കിളിർത്ത് വരുന്നുണ്ട്. പിന്നെ അതേപോലെ ഒരുപാട് മരങ്ങളുള്ളതുകൊണ്ട് നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നിജീഷിൻ്റെ ചേച്ചിയുടെ മക്കളാണ് കേട്ടോ, ആദ്യ, ഹൃത്യ. അവരുടെ വീട് അനിയത്തിയുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അവർ ആയിട്ടീനായിട്ട് നല്ല കൂട്ടാണ്. നമ്മളിടയ്ക്കൊക്കെ വരുമ്പോഴൊക്കെ ഇവരൊരുമിച്ച് കളിച്ച് നല്ല കൂട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ റോഡിൻ്റെ മറ്റേ സൈഡിലേക്ക് ഇറങ്ങി കേട്ടോ. അവിടെയാണ് വയലുള്ളത്. വയലിലൊക്കെ ഇതേ മഴയൊക്കെ പെയ്ത് അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ ഒരു സൈഡിലായിട്ട് നിറച്ച് കവുങ്ങിൻ്റെ മരങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ കാറ്റൊക്കെ കൊണ്ട് സംസാരിച്ചിരിക്കാനൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. പിന്നെ ഇവിടെ അടുത്ത് തന്നെ ഒരു പുഴ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പുഴയിലൊക്കെ പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മഴ പെയ്തപ്പോൾ പോകാൻ പറ്റിയില്ല കേട്ടോ. അന്ന് രാവിലെ ഒന്നും അങ്ങനെ മഴ ഇല്ലായിരുന്നു. പെട്ടെന്നാണ് കേട്ടോ മഴ തുടങ്ങിയത്. വൈകിട്ട് തുടങ്ങിയ മഴ പിന്നെ പിറ്റേ ദിവസമാണ് നിൽക്കുന്നത്. അത്രയും മഴ പെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടോ, മേഘമൊക്കെ നല്ല ഇരുണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മഴയൊക്കെ പൊടിയാനായിട്ട് തുടങ്ങിയപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയി കേട്ടോ. പുഴയിൽ ഇനി നമുക്ക് പിന്നെ വരുമ്പോൾ പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. ഇവിടെ നിന്ന് തന്നെ കാണാം കേട്ടോ അവരുടെ വീട്. ആ കാണുന്ന വീടുകളിൽ അറ്റത്ത് കാണുന്ന വീടാണ് അനിയത്തിയുടേത്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയപ്പോഴേക്കും ഇതാ മഴയൊക്കെ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കട്ടൻ ചായയൊക്കെ ഇട്ട് ചായ കുടിച്ചുകൊണ്ട് മഴ കാണുകയാണ് കേട്ടോ. പിന്നെ എനിക്കധികം ഒന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. നല്ല മഴയും ഇടിയൊക്കെ ആയി, കറണ്ടൊക്കെ പോയി, വെളിച്ചമൊക്കെ കുറഞ്ഞപ്പോൾ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇത് പിറ്റേ ദിവസം രാവിലെയാണ്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ നമ്മൾ കാര്യമായിട്ട് നോക്കി നിൽക്കുന്നത് അടുത്ത വീട്ടിൽ ടെറസിൻ്റെ മുകളിൽ നിറച്ച് മയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഡെയിലി വരാറുണ്ട്, മയിൽ ഡെയിലി വരാറുണ്ടെന്ന് അനിയത്തി പറയലുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് പെൺമയിലുകളാണ് ഉള്ളത്. കൂട്ടത്തിൽ ഒരെണ്ണയുള്ളൂ കേട്ടോ പീലിയുള്ള ആൺമയിലുള്ളത്. നല്ല ഭംഗിയുണ്ട് അതിനെ കാണാനായിട്ട്. പിന്നെ ഒരുപാട് പെൺമയിലുകളെയും കാണാൻ ഭംഗിയുണ്ട് കേട്ടോ. കഴുത്തിലൊക്കെ നല്ല ബ്ലൂ കളറൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മൾ അതിനെയൊക്കെ കണ്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ എടുത്തതൊന്നും അത്ര ക്ലിയർ ആയിട്ടൊന്നുമില്ല, അതുകൊണ്ട് പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാം കേട്ടോ.